വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് ഒരു അവലോസ്പൊടിയാണ് ചെയ്യുന്നത്. 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് അംഗൻവാടികളിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിമിക്സ് ആണ് അമൃതം പൊടി. അപ്പോൾ അമൃതം പൊടിയെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികളൊക്കെ അംഗൻവാടികളിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു അമൃതം പൊടി. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവലോസ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. ഇനി ഒരു ഉരുളിയിലേക്ക് 1 പാക്കറ്റ് അമൃതം പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കഴുകി എടുത്തിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊന്നും അധികം കൂടിപ്പോകരുത്, 1/4 ടീസ്പൂൺ തന്നെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ വലിയ സ്പൂണിന് 3 സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പൊടിയും തേങ്ങയും കൂടെ തിരുമ്പി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒന്നായിട്ട് തേങ്ങ ഇട്ടിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കരുത്. കുറച്ച് തേങ്ങ ചേർത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു പൊടിയാണ്. നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് അവലോസ്പൊടി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നനച്ച് പൊടിച്ച അരിപ്പൊടി കൊണ്ടാണ് അവലോസ്പൊടി ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമുക്കൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്യരുത്. ഈ തേങ്ങയുടെ നനവ് കൊണ്ട് തന്നെ നമുക്ക് ഈ പൊടി നനച്ചെടുക്കണം. അപ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് തന്നെ തേങ്ങയും പൊടിയും കൂടെ തിരുമ്മി കൂട്ടി യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ കുറച്ച് ബലത്തിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുക. സാധാരണ നമ്മൾ കുട്ടികൾക്ക് ഈ അമൃതം പൊടി പാലിൽ കുറുക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും നമ്മൾ നേരത്തെ കുഴച്ച പോലെ തന്നെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കുക. അമൃതം പൊടി വെച്ചിട്ട് അവലോസ്പൊടി മാത്രമല്ല ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. തേങ്ങ മുഴുവനും ചേർത്ത് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പൊടി നമ്മുടെ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ തേങ്ങയും പൊടിയും യോജിച്ച് കിട്ടും. അതിനുശേഷം നമ്മളിങ്ങനെ കൈകൊണ്ട് ഉരുളിയാക്കി പിടിക്കുന്ന സമയത്ത് നമുക്ക് ഉരുളിയാക്കി പിടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ കറക്റ്റ് മിക്സിങ് ആയിട്ടുണ്ട്. നമുക്കിത് വറക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ അവലോസ്പൊടി വറക്കാനായിട്ട് ഗ്യാസിലേക്ക് ഉരുളി വെച്ചിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയെടുക്കുമ്പോഴേക്കും അതിലത്തെ നനവൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി എടുക്കുക. അപ്പോൾ വലിയൊരു ചട്ടുകോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഓട്ടക്കയിലോ എന്തെങ്കിലും എടുത്തിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിന് ചെറിയൊരു കളർ ചേഞ്ച് വരും. അതുപോലെ തന്നെ തേങ്ങയും പൊടിയും കൂടെ മുരിഞ്ഞിട്ടുള്ള നല്ലൊരു സ്മെല്ലും കിട്ടും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം കൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ചട്ടിയുടെ ചൂടുകൊണ്ട് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള അവലോസ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഒരു പഴം മുറിച്ചിട്ടിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.